ഇന്ന് 4-ാം ദിവസമാണ്. മങ്ങാട് ബാലചന്ദ്രൻ സാർ, ശ്രീനാരായണ ധർമ്മം എന്നതാണ് വിഷയം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സാറ് നേരത്തെ ഇവിടെ എത്തി. പുള്ളി നമുക്ക് ആദ്യത്തെ ആളാണെന്ന് തോന്നുന്നത്. ആർക്കും, എനിക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നല്ലേ സാർ? എന്തായാലും നമുക്കൊരു പുതുമുഖമാണ്. സാധാരണ വരുന്നുകൊണ്ടിരിക്കുന്ന ആളിന് വ്യത്യസ്തമായിട്ട് ഈ വർഷത്തിൽ പുതുതായിട്ട് വന്ന ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാർ അവരെ ഞാൻ ആദരപൂർവ്വം ഈ വിഷയത്തിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമസ്തേ. നമ്മൾ പലരുമായിട്ടും ആദ്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് ലൈബ്രറി സെൻ്റർ പറഞ്ഞതുപോലെ ഒരു വിമുഖമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ. ഏതായാലും എനിക്ക് ഇക്കാര്യത്തിൽ വലിയ സന്തോഷമുള്ളത്, ഞാൻ കൊല്ലത്ത് മങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഗുരുവിൻ്റെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് നിരന്തരം പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. ജീവിതത്തിൽ എല്ലാം ഗുരുവിൻ്റെ പേരിൽ തന്നെയുള്ളതാണ്. എഴുതിയ പുസ്തകങ്ങളും സന്ദർശിച്ച രാജ്യങ്ങളും എഴുതിയ ലേഖനങ്ങളും ഒക്കെ 4000-ത്തിലധികം ലേഖനം ഞാൻ ഗുരുവിനെ പറ്റി തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും ഗുരു തന്നിട്ടുള്ളത് കഴിച്ചാൽ നമ്മൾ ഒന്നുമില്ല എന്നൊരർത്ഥത്തിലേക്ക് എത്തിച്ചേരും. ഗുരുവിൻ്റെ ജീവിതചരിത്രം നോക്കുമ്പോൾ കുളത്തൂരുമായിട്ടുള്ള ബന്ധം വളരെ ആഴമേറിയതാണ്. എന്നെങ്കിലും കുളത്തൂരിൻ്റെ ഒരു ഭാഗമായി ഞാൻ വരുമെന്ന് വാസ്തവത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം ഈ കുളത്തൂരിൻ്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ സ്ഥിരമായിട്ട് കൊശമട്ടം ക്ഷേത്രത്തിനടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ നേരത്തെ സാഹിത്യ അക്കാദമിയിൽ വളരെ കാലം അതിൻ്റെ ഒരു പ്രധാന ഭാഗത്തുണ്ടായിരുന്നു. ശിവഗിരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 40 വർഷമായി. ഞാനിപ്പോൾ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ശിവഗിരി നടത്തുന്നുണ്ട്. എൻ്റെ മകൾക്ക് ഇവിടെ ഇൻഫോസിസിൽ ഒരു സീനിയർ കൺസൾട്ടൻ്റായി ട്രാൻസ്ഫർ ആയപ്പോഴാണ് ഞങ്ങളെല്ലാവരും കുളത്തൂരിലേക്ക് വരാൻ തീരുമാനിച്ചത്. അങ്ങനെ കൊല്ലത്തുള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് ഞങ്ങൾ കൊശമൊക്കത്തൊരു വില്ല വാങ്ങി ഇപ്പോൾ അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ഞാനും കുളത്തൂരിൻ്റെ ഒരു ഭാഗമായി. കുളത്തൂരിൻ്റെ ഒരു ഭാഗമായി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി എന്ന് വേണം പറയാൻ. കാരണം വക്കം, മഞ്ചുതെങ്ങ്, ചെമ്പഴന്തി, ശിവഗിരി, ആലുവ എന്നൊക്കെ പറയുന്നത് പോലെ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുളത്തൂർ. അത് എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് ഗുരുവിൻ്റെ ഒരു നിയോഗമായിരിക്കാം നിങ്ങളെ കാണാനും തമ്മിൽ സംസാരിക്കാനും ഒരൊക്കെ അവസരം എനിക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയം ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗുരുവിനെ പറ്റി ആകെ പറയാതെ നമുക്ക് ശ്രീനാരായണ ധർമ്മത്തിലേക്ക് കടക്കാനാവില്ല. കാരണം നമ്മളൊരു പൊതുവഴിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ പൊതുവഴിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചെറുവഴികളുണ്ടാകും. പൊതുവഴിയിലേക്ക് കടക്കാതെ ചെറുവഴിയിലേക്ക് കടക്കാനാവില്ല. അതുപോലെയാണ് ഗുരു എന്ന് പറയുന്ന മഹാസാഗരത്തിലേക്ക് കടക്കാതെ ഗുരുവിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് പോലും നമുക്ക് സന്ദർശിക്കാനാവില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. കാരണം അതൊരു അനുഭവമായതുകൊണ്ടാണ്. ഗുരുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശമായിട്ട് ഗുരു നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കെല്ലാം പലതരങ്ങളുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ 63 വയസ്സായി. 25-26 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഗുരുവിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നത്. പിന്നെ ഇന്ന് വരെയും ഒരു ദിവസം പോലും എനിക്ക് മാറി നിൽക്കേണ്ടതായി ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ധർമ്മചിന്തയിൽ നിന്ന് മാറി ജീവിതത്തിലോ ഔദ്യോഗിക രംഗത്തോ എനിക്ക് മാറി നിൽക്കേണ്ടതായി വന്നിട്ടില്ല. അത് ഏറ്റവും അവസാനത്തിൽ ഉദാഹരണം എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിൽ നിന്ന് ഈ മഹാത്മാഗാന്ധിയും ഗുരുവുമായി കണ്ടുമുട്ടിയതിൻ്റെ ശതാബ്ദി കഴിഞ്ഞ 1 വർഷമായി നമ്മൾ ഇന്ത്യക്കകത്തും പുറത്തും ആഘോഷിച്ചും ആചരിച്ചും വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കാം. അപ്പോൾ അതിൻ്റെ ആ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തരത്തിലൊരു സമ്മേളനം നടത്തണം എന്ന് ശിവഗിരി മഠം തീരുമാനിച്ചു.
അപ്പോൾ തീരുമാനത്തിൻ്റെ ഒരു തുടർ നടപടികൾ നടത്തേണ്ട ഒരു സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. കഴിഞ്ഞ അതായത് ജൂൺ 24 നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, അത് ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറി. ജൂൺ 24 ആ സമ്മേളനം നടന്നു കഴിഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ വളരെ മഹത്തരമായിരുന്നു. അതിന് ഒരു 2 ആഴ്ച മുൻപാണ് പ്രധാനമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചുകൊണ്ടുള്ള അറിയിപ്പ് നമുക്ക് ശിവഗിരി മഠത്തിലെത്തുന്നത്. അതിനുശേഷം നമ്മൾ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു മീഡിയേറ്റർ ഞാനായിരുന്നു. അതുകൊണ്ട് എല്ലാ അന്വേഷണങ്ങളും എല്ലാ വിവരങ്ങളിലും നമ്മിലേക്കാണ് വന്നു ചേർന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു 2-4 ദിവസം കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു വലിയ പോസ്റ്റാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. അതൊരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. അവരും നമ്മളും വലിയ ആത്മമിത്രങ്ങൾ പോലെയായി. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെയുള്ള ഒരാളുമായി നമുക്ക് സമ്പർക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്കറിയാം വലിയ പ്രയാസങ്ങളാണ്. മാത്രമല്ല ഒരുപാട് പ്രോട്ടോക്കോളും. ഈ നിർണായക കസേരയിൽ ഇരിക്കുന്നവർക്ക് വ്യക്തിബന്ധങ്ങൾ പാടില്ല, ഒരാളുമായി നിരന്തര സമ്പർക്കം പുലർത്താൻ പാടില്ല. ഇതൊക്കെ പ്രോട്ടോക്കോളിലുള്ളതാണ്. പക്ഷെ അതിനതീതമായി നമ്മളുമായി ഒരു വ്യക്തിബന്ധം പോലെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമെന്ന നിലയിൽ നമുക്ക് അവരുമായി ഇടപെടേണ്ടി വന്നു. വലിയ അടുപ്പം. ഏത് കാര്യത്തിനും അവർ നമ്മുടെ കുടുംബാംഗത്തെ പോലെ നമ്മുടെ ഫോണിൽ വിളിക്കുകയാണ്, നമ്മൾ മറുപടി കൊടുക്കുകയാണ്. ഒരാവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംശയം നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 150-160 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത്ര വേഗം നമ്മളുടെ കാര്യങ്ങൾ ഇടപെട്ടു എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമല്ലാതെ വേറെ യാതൊരു കാര്യവുമല്ല. അവർ എത്രയധികം ആളുകളെ കാണുന്നതാണ്, എത്രയധികം ഇടപാടുകൾ നടക്കുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ശിവഗിരി മഠത്തിൻ്റെ ഒരു കത്ത് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നു. വളരെ വേഗം പ്രധാനമന്ത്രി ഇടപെടുന്നു. ഈ കാര്യങ്ങളിൽ നിരന്തരം സമ്പർക്കം പുലർത്തുന്നു. ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു അവസാന ഭാഗം എന്ന് പറയുന്നത് ജൂൺ 24 നമ്മൾ ഈ സമ്മേളനം നടന്നത്. ഏതാണ്ട് 22 വരെ നമ്മൾ ഈ പരിപാടി നടത്തുന്നതിൻ്റെ വിജ്ഞാൻ ഭവനിൽ വെച്ചാണ് നടന്നത്. അതിൻ്റെ കാര്യപരിപാടി പൂർത്തിയാക്കുന്ന ഒരു ജോലിയുണ്ടായിരുന്നു. 22 ആയപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്നൊരു മെസ്സേജ് വന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തയ്യാറാക്കി വരികയാണ്. ഈ പ്രസംഗം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് തരണം എന്നൊരറിയിപ്പ്. വാസ്തവത്തിൽ നമ്മൾ അതിശയപ്പെട്ടു. കാരണം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നോക്കി അതിലാവശ്യമുള്ളത് നിലനിർത്താനും ആവശ്യമില്ലാതെ മാറ്റിക്കളയാനും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കാനുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മിലേക്ക് വന്നു ചേരണമെങ്കിൽ അത് എത്രമാത്രം ആഴമേറിയതാണ് നമ്മൾ ആലോചിക്കുക. രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ അദ്ദേഹത്തിന് വലിയ ടീമുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി വരുന്നു, പ്രസംഗിക്കുന്നു, പോകുന്നു എന്നതിനപ്പുറം ഞാനിവിടെ പാർട്ടിയോ യാതൊരു കാര്യമല്ല ബന്ധപ്പെടുന്നത്, വ്യക്തിപരമായിട്ട് പറയുകയാണ് എന്നതിനപ്പുറം ഗുരുവിൻ്റെ ഒരു കാര്യത്തിൽ ഇത്രയധികം ബന്ധപ്പെട്ട ഒരു പ്രധാനമന്ത്രി വാസ്തവത്തിൽ നമുക്ക് മുൻപുണ്ടായിട്ടില്ല. എൻ്റെ ഈ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ 22 മുതൽ അദ്ദേഹം ഡൽഹിയിൽ പ്രസംഗിച്ച ഈ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗവും നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ മെയിലിൽ അയച്ചു തരികയാണ്. നമ്മളത് നോക്കുകയാണ്. അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ അങ്ങോട്ട് നിർദ്ദേശിക്കുന്നു. ഉടൻ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഭാഗം നമുക്ക് അയക്കുന്നു. ഇതെല്ലാം ഒരു വലിയ ബന്ധത്തിൻ്റെ ആഴമാണ്. അങ്ങനെ 23 രാത്രി 11 മണി വരെയും ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അത് നോക്കുന്ന പരിശോധിക്കുന്ന ഒരു ജോലിയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു 24 രാവിലെ ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ ശിവഗിരിയിൽ നിന്ന് പോയവരെല്ലാം വിജ്ഞാൻ ഭവനിലെത്തുന്നു. അവിടെ വലിയ സുരക്ഷാ കവചമാണ്. കാരണം SPG എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. അങ്ങനെ ഞങ്ങൾ വിജ്ഞാൻ ഭവനിൽ കടന്നു. അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുമ്പോഴും ഒരു അരമണിക്കൂറിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ നമുക്ക് വരുന്നു. ഗുരുദേവനും ഗാന്ധിജിയുമായി സംഭാഷണം ചെയ്തപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഖാദിയെപ്പറ്റി സംസാരിച്ചിരുന്നോ എന്നൊരു ചോദ്യമാണ്.
അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ നമുക്ക് യാതൊരു റെഫറൻസും കൂടാതെ തന്നെ അപ്പോൾ തന്നെ അതിന് മറുപടി പറയാൻ സാധിച്ചു. കൃത്യം 11 മണിക്ക് പ്രധാനമന്ത്രി വിജ്ഞാൻ ഭവനിലെത്തി. ഇന്ന് വരെ നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് 28 മിനിറ്റ് അദ്ദേഹം അതിശയകരമെന്ന് വേണം പറയാൻ. അത്രമാത്രം ഒരു പ്രസംഗമാണ് ഇതിനെ സംബന്ധിച്ച് അവിടെ ചെയ്തത്. എനിക്ക് ഇത് മുഴുവൻ ഞാൻ കണ്ടതായതുകൊണ്ട് എനിക്കിത് അത് നല്ല പരിചയമായി. ഇതിന് ശേഷം പ്രോഗ്രാം കഴിഞ്ഞു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ പിന്നീട് അവിടെ ഒരു പരിപാടി നടക്കാൻ പാടില്ല. അത് നമ്മുടെ പ്രോട്ടോക്കോളാണ്. അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പുറപ്പെടുക. അതാണ് അതിൻ്റെ ഒരു ഇനമെന്ന് പറയുന്നത്. എന്നാൽ അവിടുത്തെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സന്യാസിമാരുമൊത്തൊരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലായി നമ്മുടെ മഠത്തിൽ നിന്ന് പോയ 12-13 സന്യാസിമാർ ഇരുവശത്തേക്ക് നിന്നു. ഫോട്ടോ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഏകദേശം മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം പെട്ടെന്ന് കൈ നീട്ടി വേദിയിലിരിക്കുന്ന എന്നെ അദ്ദേഹം വിളിക്കുന്നു. അടുത്തേക്ക് വന്നാലും എന്ന് ഹിന്ദിയിൽ പറയുകയാണ്. അപ്പോൾ അവിടെ 1288 സീറ്റാണ് വിജ്ഞാൻ ഭവനിലുള്ളത്. ഇത്രയും സീറ്റും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരാളിന് മാത്രം കൈ ചൂണ്ടി അദ്ദേഹം വിളിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ അദ്ദേഹം വിളിക്കുന്നു. ഞാൻ അടുത്ത് ചെല്ലുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. എനിക്ക് നന്നായി അറിയാം എന്ന് പറയുന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ പോലും നമുക്ക് രോമാഞ്ചം വരുന്നു. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി വ്യക്തിപരമായി നമ്മളെ കൈ ചൂണ്ടി വിളിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ഗുരുബന്ധം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനാണ് നോക്കിയതെന്ന് അദ്ദേഹം ഏത് വഴിക്കോ അറിഞ്ഞിട്ടുണ്ട്. ആ പരിചയം കൊണ്ടാകാം അദ്ദേഹം നമ്മളെ തന്നെ തിരിച്ചു വിളിച്ചത്. അത് വലിയ അതിശയകരമായ ഒരു അനുഭവമാണ്. ഞാനത് ഗുരു നമ്മുടെ ജീവിതത്തിൽ തൊട്ട് നിൽക്കുന്നതിൻ്റെ ആഴം എത്രയെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാണ്. അത് എൻ്റെ ജീവിതത്തിലല്ല, ഗുരുവുമായി സംബന്ധപ്പെടുന്ന എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരു ഭാരമുണ്ടാകില്ല. അത് അനുഭവമാണ്. കാരണം ജീവിതമാണ്. എത്രമാത്രം പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ വളരെ ലഘൂകരിപ്പിച്ച് നമ്മളെ സുഗമമാക്കി കൊണ്ടുപോകും. അതൊരു മഹത്തായ കാര്യമാണ്. അത് നമുക്കൊക്കെ ഓരോ തരത്തിൽ അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ യേശുദേവൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ച് മരണമടഞ്ഞ ഓരോ വഴിയിലൂടെ ഞാൻ കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 4-5 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് സിറിയ, ഇസ്രയേൽ, ഈജിപ്റ്റ്, പാലസ്തീൻ. ആ മേഖലകളൊക്കെ ഞാൻ കാൽനടയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിടം നടക്കണമെന്ന് തോന്നി അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ മലയുണ്ട്. അതായത് ചരിത്രത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും. യേശുദേവൻ ഈ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ പത്രോസ് ഉൾപ്പെടെയുള്ളവർ ഈ വലയെറിയുമ്പോൾ മീൻ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് വെളുപ്പിന് പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ ഇവിടെ വലയിടിൻ എന്ന് പറയുകയും വലയിടുകയും ആ വല നിറഞ്ഞ് മീൻ വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം ബൈബിളിൽ പറയുന്നുണ്ട്. ആ ഭാഗത്തൊരു വലിയ മലയും ഒരു വലിയ പള്ളിയുമുണ്ട്. അപ്പോൾ ആ മലയെ നോക്കിയിട്ടാണ് ഒരിക്കൽ യേശുദേവൻ പറയുന്നത്, കടുകിനോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മല ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ മാറിപ്പോകും. വാസ്തവത്തിലൊരു മല അവിടുന്ന് ചലിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുമെന്നല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൻ്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ യാതൊന്നുമില്ല. കാരണം ജീവിതം തന്നെ ഒരു വിശ്വാസമാണ്. അടുത്ത നിമിഷം എന്ത് എന്നറിയാനാവാത്തതാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രഹേളി എന്ന് പറയുന്നത്. പക്ഷേ അടുത്ത നിമിഷവും അടുത്ത ദിവസവും അടുത്ത വർഷവും ഒക്കെ നമ്മുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള ബോധത്തോടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് കിട്ടുന്നത് ഗുരുക്കന്മാരുടെ പരമ്പരകളിലൂടെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായൊരു ലക്ഷ്യമുണ്ടെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്നത് ഒരു മഹാസത്യത്തിൻ്റെ രീതിയിലാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തരിക്കുന്നത് ഗുരുക്കന്മാരാണ്. അപ്പം നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു.
ഈ ദൈവത്തെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. നമുക്ക് അനുഭവം കൊണ്ടാണ് ദൈവം ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ദൈവം അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു അർത്ഥവൈകല്യം, ഒരു വലിയ അർത്ഥമാണ് അതിനുള്ളത്. ആ അറിവിൻ്റെ മഹാവെളിച്ചം നമുക്ക് തന്നിരിക്കുന്നത് ഗുരുക്കന്മാരാണ്. നമുക്ക് നേരിട്ട് ദൈവവുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. അപ്പം ആ അറിവിൻ്റെ മഹാവെളിച്ചം നമുക്ക് തന്നിരിക്കുന്നത് ഗുരുക്കന്മാരാണ്. ഒരിക്കൽ കബീർ എന്ന് പറയുന്ന ഒരു മഹാസിദ്ധനും ഒരു മഹാഭക്തനും ഉണ്ടായിരുന്നു. കബീർ ദാസ് എന്ന് പറയും. കബീർ വാണിക്ക് എഴുതിയ ആളാണ്, പഞ്ചാബുകാരനാണ്. ഒരിക്കൽ കബീറിനോടുകൂടി അദ്ദേഹത്തിനോട് ഒരു ഭക്തൻ ചോദിച്ചു, ഒരേ സമയം അങ്ങയുടെ മുന്നിൽ ദൈവവും ഗുരുവും പ്രത്യക്ഷപ്പെടുകയാണെന്ന് കരുതും, താങ്കൾ ആരെയായിരിക്കും ആദ്യം പൂജിക്കുന്നത്? അദ്ദേഹം യാതൊരു സംശയം കൂടാതെ പറഞ്ഞു, ഞാൻ ആദ്യം പൂജിക്കുന്നത് ഗുരുവിനെയായിരിക്കും. കാരണം ഈശ്വരൻ ഉണ്ട് അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നെ അറിയിച്ചു തന്നത് ഗുരുവാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാർക്ക് ഈശ്വരനേക്കാൾ വലിയ സ്ഥാനം കൊടുക്കുന്നത്. കാരണം നമുക്ക് തിരിച്ചറിവ് നൽകിയവരാണ് അവർ. അതിൻ്റെ ഒരു പരമ്പരയിൽ ആധുനിക കാലത്ത് വന്ന് നിൽക്കുന്ന മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ജീവിതം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് സംസാരിക്കാനും അറിയാനും ശേഷിയുള്ളവരും ആണ് നിങ്ങളെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വളരെ കരുതലോടുകൂടി വേണം കുളത്തൂരിൽ നിന്നൊരു വാക്ക് സംസാരിക്കാൻ. എങ്കിലും കഴിഞ്ഞ 40 വർഷത്തിൻ്റെ ഒരു നിരന്തര ഗുരുദർശനവുമായി ബന്ധപ്പെടുന്നതിൻ്റെ ബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ 21 പുസ്തകം എഴുതിയതിൽ 9 പുസ്തകവും ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡിൽ വരെ നമ്മുടെ പുസ്തകം എത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ റെഫറൻസ് ആയിരിക്കുന്ന 14 ഗ്രന്ഥങ്ങളിൽ ഒന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച എൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ അവിടെ വരെ ഗുരു നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ചൈനയിൽ ആദ്യമായി എത്തിയിരിക്കുന്ന പുസ്തകം ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. അത് ഗുരു തന്നൊരു വലിയ വഴിയാണ്. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ വ്യക്തി സംബന്ധമായ കാര്യങ്ങൾ പറയുന്നതല്ല, അതിനപ്പുറം ഗുരു നമ്മളെ കൈപിടിച്ച് എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണ പയ്യനായി സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്നു വന്ന നമുക്ക് ഈ ലോകത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലേക്കാണ് ഗുരു നമ്മൾ കൊണ്ടുപോകുന്നത്. ഗുരുവിൻ്റെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ നമ്മളെ ആ കൈയോട് ചേർത്ത് പിടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഗുരു എന്ന് പറയുന്നത്. അതൊരു സ്വരൂപമാണ്. പൂർണ്ണമായും നമുക്കറിയാൻ പറ്റാത്തതിനാണ് സ്വരൂപം എന്ന് പറയുന്നത്. എങ്കിലും നമുക്കറിയാവുന്ന വെച്ച് ചിന്തിച്ചാൽ ഗുരുവിൻ്റെ ഒരു തണൽ, ഗുരുവിൻ്റെ ഒരു സ്പർശം നമ്മൾ അത് വരുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ വിശ്വാസം കൊണ്ടാണ്. കുളത്തൂരുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊരു കഥയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ശങ്കരൻ പരദേശി എന്ന് പറഞ്ഞ ഒരു സ്വാമി, ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ, ഈ കുളത്തൂരിൽ കൊലത്തൂരിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഗുരു ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ താവറത്ത് ഭവനമുണ്ട്. ഞാൻ വായിച്ചു കേട്ടാണ്, എനിക്ക് ആ ഭവനം അറിയില്ല. ആ ഭവനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ സഭയിലുണ്ടോ? താവറത്ത് ഭവനം എന്ന് കേട്ടിട്ടുണ്ടാവും? ഉണ്ടാവും. അങ്ങനെ ഒരു ഭവനം ഇവിടെ ഉണ്ടായിരുന്നു. ഗുരു വന്നാൽ അവിടെയാണ് വിശ്രമിക്കാറ് പതിവുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഗുരു അവിടെ വിശ്രമിക്കുന്ന അവസരത്തിലാണ്, ഇവിടെ എല്ലാം കാടും മേടും ഒക്കെ ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ ശങ്കരൻ പരദേശി സ്വാമി വടക്കേ ഇന്ത്യയിൽ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വരുമ്പോൾ ഗുരു താവറത്തുണ്ടെന്ന് അറിയുന്നു. രാത്രി കാലത്താണ്. അപ്പം തന്നെ ഗുരുവിനെ പോയി കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം ഗുരു നേരം എടുക്കുമ്പോഴേ ശിവഗിരിക്ക് പോയി കഴിയും. അങ്ങനെ ഈ താവറത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഏതോ ഭാഗത്താവണം. രാത്രി കാലത്ത് തന്നെ ശങ്കരൻ പരദേശി സ്വാമി, അന്ന് സ്വാമി ആയിട്ടില്ല, ചെറുപ്പക്കാരനാണ്, ഗുരുവിനെ കാണാൻ പുറപ്പെടുന്നതും ആ പോകുന്ന വഴിയിൽ എവിടെ വെച്ചോ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ കടിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നു. ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഗുരു ഉറക്കമായി. അപ്പോൾ ഉറങ്ങിപ്പോയ ഗുരുവിനെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹത്തിനൊരു ധൈര്യം പോലെ കാലിൽ നോക്കുമ്പോൾ നല്ലൊരു ചോഴപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ പാമ്പ് കടിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം പേടിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിന് വലിയ തരിപ്പും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും പെട്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്താണല്ലോ എത്തിയിരിക്കുന്നത്, എന്നെ ഗുരു രക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഗുരുവിൻ്റെ പാദത്തിൽ പിടിച്ച് കിടന്നു എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഗുരു എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഗുരു ഒരു 3 മണി 4 മണിക്കൊക്കെ നിർവഹിക്കും. ആ സമയത്ത് ഗുരു എഴുന്നേൽക്കുമ്പോൾ ശങ്കരൻ തൊട്ടടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ശങ്കരൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു.
ശങ്കരൻ മറുപടി പറഞ്ഞിട്ട് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞില്ല. ഗുരുവൻ സ്നാനത്തിന് പോയപ്പോൾ കൂടെ പോയി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ കാലിലെ പാട് ഗുരുവിനെ കാണിച്ചു. അപ്പോൾ ഗുരു പറയുന്നു, വിശ്വാസം രക്ഷിച്ചു. ഈ വാക്കിൻ്റെ ബലവും ആഴവും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരവും നിങ്ങളോട് സംസാരിച്ചത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു 3 അക്ഷരമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയെ ബലപ്പെടുത്തുന്നതാണ് വിശ്വാസം. വിശ്വാസമില്ലെങ്കിൽ യാതൊന്നും. വിശ്വാസത്തിലാണ് സർവ്വം. പിന്നീട് ഒരു കാര്യമുള്ള വിശ്വാസം എന്തിനോട് എന്നുള്ളതാണ്. വിശ്വാസം ശരിയായ രീതിയിൽ ശരിയായതിനോടെ ഉണ്ടാകാം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു പോകും. അതിനാണ് നമ്മൾ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത്. സത്യത്തോടുള്ള ചേരുവയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് സത്തിൽ നിന്നുടലെടുക്കുന്നതാണ്. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത് അതിൽ നിന്നുണ്ടാകുന്നതാണ് സത്യം. ആ സത്യം വന്നിരിക്കുന്നത് സത്തിൽ നിന്നാണ്. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മളൊക്കെ മനുഷ്യരാണ്. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ സത്യമാണ്. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന സത്യം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചിന്തിച്ചാൽ എല്ലാം കൈകൊണ്ട് പോകും. കാരണം നമുക്കറിയുന്നത് ചെറിയൊരു ഭാഗമാണ്. ഒരു വലിയ കയറ് വളരെ നെടുനീളത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണെങ്കിൽ അതിന് ഇടയ്ക്ക് ചെന്ന് പിടിച്ചാൽ അത്രയേ ഉള്ളൂ നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. നമുക്കല്ല, ഈ മനുഷ്യ പരമ്പരയ്ക്ക് തന്നെ നിശ്ചയമില്ല. ഇനി നാളെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാലും നമുക്ക് നിശ്ചയമില്ല. ആകെയുള്ളത് ഇന്ന മാതാപിതാക്കളിൽ നിന്ന് ഞാൻ ജനിച്ചു, ഇന്ന ദിവസം ഇന്നാൾ മരിച്ചു, അതിനിടയ്ക്കുള്ളത് ജീവിതമാണ് നമ്മുടേത് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ സത്യത്തോടെടുക്കുമ്പോൾ അങ്ങനല്ല. അത് അനാദിയാണ്. ഗുരുവും ആ ഭാഷ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അനാദിയാണ്, ആദി ഇല്ലാത്തതാണ്. അത് നമ്മൾ ചിന്തിച്ചാലും അങ്ങനെയാണ്. ഇപ്പം ഞാൻ ജനിച്ചത് എനിക്ക് അമ്മയും അച്ഛനും നിന്നും ഞാൻ ജനിച്ചു. അങ്ങനെ ഞാൻ ജനിക്കണമെങ്കിൽ അവരുണ്ടാകണം, അവർ ജനിക്കണമെങ്കിൽ അവരുടെ പരമ്പരയുണ്ടാകണം. ഇങ്ങനെ പോയാൽ അതെവിടെ ചെന്ന് നിൽക്കും? അപ്പോഴാണ് ഇത് ആദി അല്ലെങ്കിൽ ആദി ഇല്ലാത്തതാണ്, അനാദിയാണ് എന്ന് നമുക്ക് ബോധ്യമാണ്. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലസ്ഥാനത്ത് ചെന്ന് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്ന കാലം മുതൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം സന്തോഷകരമായി ജീവിക്കണം, ആപത്തും സങ്കടങ്ങളുമില്ലാതെ ജീവിക്കണം, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകണം, ശാന്തി ഉണ്ടാകണം, സന്തോഷമുണ്ടാകണം, വളർച്ചയുണ്ടാകണം, പുരോഗതി ഉണ്ടാകണം. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എനിക്ക് സങ്കടമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരു മനുഷ്യൻ പോലും ജീവിക്കുന്നില്ല. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? സന്തോഷകരമായിട്ട് ജീവിക്കണം. അപ്പം ആ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ സങ്കടമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ അലിയുന്നതും ജോലി ചെയ്യുന്നതും നമ്മൾ ജീവിതത്തിൽ അറിവ് നേടുന്നതും ഒക്കെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് എങ്ങനെ? അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടപ്പെടുത്തലുകൾ ആവശ്യമാണ്. ആ ചിട്ടപ്പെടുത്തലുകൾ ഓരോ കാലത്തിനും ചേർന്നതായിരിക്കണം. നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് ചേർന്നതായിരിക്കണം. അതാണ് കാലാനുരൂപമായിരിക്കണം, ലോകാനുരൂപമായിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നതിനുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മം എന്നൊരു ധർമ്മ സംഹിത നമുക്ക് ലഭിച്ചു തന്നെ. അതായത് നമ്മുടെ പരമ്പരയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഋഷി പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് 2 ഭേദങ്ങളാണുള്ളത്, 2 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് സാധിക്കുന്നില്ല, ഒന്ന് ശ്രുതികളെന്ന് പറയും. ശ്രുതികളെന്ന് പറയുന്നത് എന്താണോ ഉള്ളത് സത്യമാണ് ഉള്ളത്. അപ്പോൾ എന്താണോ ഉള്ളത് അതിനെ വിവരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മഭാവത്തിൽ നമ്മെ അറിയിക്കുന്ന ഏറ്റവും പ്രൗഢമാർന്ന രചനകളാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉപനിഷത്തിനെയും ഗീതയെയും ഒക്കെ നമ്മൾ ശ്രുതികൾ എന്ന് പറയുന്നത്. കാരണം ശ്രുതികൾക്ക് മാറ്റമില്ല.
ശ്രുതികൾ എന്നുണ്ടായോ അതുപോലെ ഇന്നും നിലനിൽക്കുന്നു. ഇനി എത്ര കാലമുണ്ടോ അത്ര കാലവും നിലനിൽക്കും. അതിന് മാറ്റമില്ല. മാറ്റമില്ലാത്തതാണ് ശ്രുതികൾ. ആ ശ്രുതികളാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്തുകളൊക്കെ യാതൊരു ഭേദവും കൂടാതെ എക്കാലവും അറിവിൻ്റെ ആഴമേറിയതായിട്ട് നിലകൊള്ളുന്നത്. മറ്റൊന്ന് സ്മൃതികളാണ്. സ്മൃതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിനോട് ചേർന്ന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ പശ്ചാത്തലത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ശ്രേയസ്കരമാക്കാം എന്ന് നമുക്ക് ഉദ്ബോധിപ്പിച്ച് തരുന്നതാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതികൾ മാറ്റമില്ലാത്തതായ സത്യത്തിൻ്റെയും സ്മൃതികൾ മാറ്റത്തോടു കൂടിയ സത്യത്തിൻ്റെയും സംരചനകളാണ്. അപ്പം ധർമ്മം എന്ന് പറയുന്നത് മാറ്റത്തോടു കൂടിയതാണ്. 2 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളിൻ്റെ ധർമ്മമല്ല ഇപ്പോൾ നമുക്ക് നിർവഹിക്കേണ്ടത്. ഇനി നമുക്ക് ശേഷം 2 നൂറ്റാണ്ട് കഴിയുമ്പോൾ അന്നത്തെ ധർമ്മത്തിന് മാറ്റം സംഭവിക്കും. കാരണം അന്നത്തെ കാലം മറ്റൊന്നായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് പ്രത്യേകം പറയേണ്ടത് മലയാളം 1100 വെച്ചാൽ 1924-25 കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ധർമ്മം ഗുരുദേവൻ നമുക്ക് നൽകുന്നത്. ആ ധർമ്മം നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു കൈക്കുഞ്ഞായി ജനിച്ച് വീഴുന്ന കാലം മുതൽ ഈ ആൾ മൃതി അടയുന്നത് വരെ ഈ ജീവിതത്തെ എങ്ങനെയാണ് ചുറ്റപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. അത് 295 സംസ്കൃത പദ്യങ്ങളാണുള്ളത്. അതിൻ്റെ പിറവിയൊക്കെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഗുരു നേരിട്ട് രചിച്ച് തന്നതല്ല. ഗുരു നേരിട്ട് രചിച്ച് തന്നത് നമുക്ക് 64 പരം കൃതികളാണ്. അതും ശിഷ്യന്മാരാണ് പലതും രചിച്ചിട്ടുള്ളത്. ഗുരു പറഞ്ഞു കൊടുക്കുന്ന ശൈലിയാണ് ഗുരുവിനുണ്ടായിരുന്നത്. അപ്പോൾ 1100 ഗുരുവിൻ്റെ ഒരു ചതയത്തോട് ഒരു ജയന്തിയോട് ചേർന്നിട്ടാണ് ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന ബോധാനന്ദ സ്വാമിയും ആത്മാനന്ദ സ്വാമിയും മറ്റു പലരുമുണ്ട് ഗുരുവിനോടും സമീപിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ധർമ്മം സംഹിത വേണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു പല ദിവസങ്ങളിലായി ഇവരുടെ ചോദ്യോത്തര രൂപയാണ്. ഇവർ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്നുള്ള നിലയിലാണ് ഗുരു ഈ ധർമ്മത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിനെ ആത്മാനന്ദ സ്വാമികൾ, അന്ന് നമ്മുടെ ആലുവയിൽ ഒരു സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ അധ്യാപകൻ അല്ലെങ്കിൽ മുഖ്യ ആചാര്യനായിരുന്ന ഒരു വലിയ ഗുരുക്കളുണ്ട്, തലശ്ശേരിക്കാരനാണ്. അദ്ദേഹമാണ് പിന്നീട് ആത്മാനന്ദ സ്വാമി ആയത്. ഈ ആത്മാനന്ദ സ്വാമി ഗുരു അന്നെന്ന് പറയുന്നതിനെ സംസ്കൃത പദ്യത്തിൻ്റെ രൂപത്തിലാക്കി. എന്നിട്ട് അടുത്ത ദിവസം ഗുരുവിന് വായിച്ച് കേൾപ്പിച്ചിട്ട് അതിന് വരുത്തേണ്ട മാറ്റം വരുത്തി അത് ഫൈനലാക്കി. അതാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അത് ഗുരുവിൽ നിന്ന് തന്നെ പിറവിയെടുത്തതാണ്. ആ ശ്രീനാരായണ ധർമ്മത്തിന് 10 അധ്യായങ്ങളുണ്ട്. സർഗം എന്നാണ് ഈ വൈദിക കൃതികളെ സംബന്ധിച്ച് വരുമ്പോൾ പറയുന്നത്. അധ്യായം എന്നല്ല, സർഗം. 10 സർഗങ്ങളുണ്ട്. ഈ 10 സർഗത്തിൻ്റെ തുടങ്ങുന്ന ആദ്യത്തെ ഒരു 14-20 പദ്യം വരെയുള്ളത് നമ്മുടെ ശിവഗിരി വർണ്ണനത്തെ പറ്റിയാണ്. ശിവഗിരി എന്നും വർക്കല തുടങ്ങിയ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. അതിനുശേഷം പറയുന്നത് ജാതി മത ദൈവ വിചാരത്തെ പറ്റിയാണ്. എന്താണ് ജാതി, എന്താണ് മതം, എന്താണ് ദൈവം, ഈ വിചാരത്തെ സംബന്ധിക്കുന്നുള്ള ചിന്തകളാണ്, ഉപദേശങ്ങളാണ് പിന്നീട് വരുന്നത്. അതിനുശേഷം കഴിഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെയാണ് പിന്നീട് പറയുന്നത്. അതായത് സാമാന്യധർമ്മം എന്ന് പറയും. ഈ ധർമ്മം അല്ലെങ്കിൽ സാമാന്യം എന്നർത്ഥം പറയുമ്പോൾ നമുക്ക് 2 വാക്കുകൾ വരും. ഒന്ന് സാമാന്യം, മറ്റൊന്ന് വിശേഷം എന്ന് പറയും. നമുക്ക് ഏതൊരു കാര്യത്തെ എടുത്താലും 2 തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന് സാമാന്യ അർത്ഥത്തിൽ മനസ്സിലാക്കാം, ഒന്ന് വിശേഷാർത്ഥത്തിൽ മനസ്സിലാക്കാം. സാമാന്യ അർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു പൊതു അർത്ഥമാണ്. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ 100 പേരെയും ബാധിക്കാവുന്ന തരത്തിലുണ്ടാകുന്ന ഒരർത്ഥം അതിനുണ്ടാകും. അതാണ് സാമാന്യമായിട്ടുള്ളൊരർത്ഥം. എന്നാൽ ഓരോരുത്തർക്കും വിശേഷപ്പെട്ട് മാറ്റി നിർത്തിയാൽ കിട്ടുന്ന ഒരർത്ഥം അതിനുണ്ടാകും. അതിനാണ് വിശേഷമായ അർത്ഥം എന്ന് പറയും. അപ്പോൾ സാമാന്യ അർത്ഥത്തിലായാലും വിശേഷാർത്ഥത്തിലായാലും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കേണ്ട ഒരു ഭാഗത്തെയാണ് അവിടെ പറയുന്നത് സാമാന്യധർമ്മം. അത് കഴിഞ്ഞാൽ ശുദ്ധി പഞ്ചകം. സാമാന്യധർമ്മം എന്ന ഭാഗത്തിനടുത്ത് ഒരു പറയുന്നത് 5 ധർമ്മങ്ങളെ പറ്റിയാണ്.
സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം, അങ്ങനെ 5 കാര്യങ്ങളെപ്പറ്റി പറയും. അത് കഴിഞ്ഞാൽ ശുദ്ധി പഞ്ചകത്തെപ്പറ്റി പറയും. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കേണ്ടത് 5 ശുദ്ധികളെയാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ആ 5 ശുദ്ധികളെ പറ്റിയുള്ള പറയുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. 5 ശുദ്ധികൾ എന്ന് പറയുന്നത് വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ആഹാരശുദ്ധി, ഗൃഹശുദ്ധി. ഈ 5 ശുദ്ധികളും ഒരാൾക്കുണ്ടായാൽ അയാൾ യഥാർത്ഥ മനുഷ്യനായി തീരും. മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ വിപുലമായ ഒരർത്ഥത്തിലുള്ളതാണ്. കേവലാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ രൂപം വരും. 2 കാലിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, അതായിരിക്കും നമ്മൾ ആദ്യം വിചാരിക്കുന്നത്. പക്ഷെ അതല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ അതിന് വാക്കുകളുള്ളൂ. എ കംപ്ലീറ്റ് മാൻ എന്ന് പറയും. സമ്പൂർണനായ മനുഷ്യൻ. നമ്മളൊന്നും സമ്പൂർണ്ണരല്ല. ഗുരുവിന് ശേഷം സമ്പൂർണനായ ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയവുമാണ്. പക്ഷെ നമ്മളെപ്പോഴും യത്നിക്കേണ്ടത് സമ്പൂർണനായ ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയായിരിക്കും. അതിൻ്റെ കുറവ് എവിടെയൊക്കെയുണ്ടോ ആ കുറവ് നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കും. അതാണ് ഒരു മനുഷ്യത്വത്തെപ്പറ്റി തന്നെ പറയുന്നത്. മനുഷ്യത്വം, പൂർണ്ണമായ മനുഷ്യത്വം ഉള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതല്ലാതുള്ളവനെല്ലാം മനുഷ്യരൂപികൾ മാത്രമാണ്. ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യരൂപികളെ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഗുരു നമുക്ക് ഈ ഗുരുദർശനവും ഗുരുധർമ്മവും ഒക്കെ തന്നിരിക്കുന്നത്. വഴിതെറ്റി വരുന്നവനെ നമുക്ക് 2 തരത്തിൽ കൈകാര്യം ചെയ്യാം. ഒന്ന് തെറ്റായ ദിശയിലേക്ക് വിടാം, ഒന്ന് നേരായ ദിശയിലേക്ക് വിടാം. ആ നേരായ ദിശയിലേക്ക് വിടണമെങ്കിൽ നമ്മൾ നേരറിയുന്നവരാണ്. ഇതുവഴി പോയാൽ അവിടെ എത്തും എന്ന് ഞാൻ പറയണമെങ്കിൽ അതുവഴി പോയാൽ അവിടെ എത്തണമെന്ന് എനിക്ക് ബോധ്യമുണ്ടാകണം. അപ്പോൾ ബോധ്യമുള്ള കാര്യത്തിലേ നമ്മൾ സംസാരിക്കാവൂ. ഗുരുദേവൻ 1905 SNDP യോഗത്തിൻ്റെ പ്രവർത്തകരോട് ആദ്യം പറഞ്ഞത് ഈ ദേശം മുഴുവൻ പ്രസംഗകരെ അയക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് കുറേ മതം, വിദ്യാഭ്യാസം, സദാചാരം, ഇങ്ങനെ കുറച്ച് വിഷയങ്ങളും ഗുരു കൊടുത്തു. പക്ഷെ വിഷയങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് പറഞ്ഞത് ഉത്തമ ബോധ്യമുള്ള കാര്യത്തിലേ സംസാരിക്കാവൂ. അപ്പോൾ ഉത്തമ ബോധ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ഉത്തമ ബോധ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ എന്ത് പറ്റും? അബദ്ധം വന്നു പോകും. സത്യത്തിന് നിരക്കാത്തതിനാണ് അബദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തരത്തിലും വന്നുകൂടാ എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരാളായിരുന്നു ഗുരുദേവൻ. സത്യമേ പറയാം. അവിടെയാണ് ഗുരുവിൻ്റെ സാമാന്യധർമ്മത്തിൽ 2ാമതായി വരുന്നത് സത്യമാണ്. അഹിംസ കഴിഞ്ഞാൽ സത്യമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഹിംസയാണ്. അഹിംസ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരുത്തൻ്റെ കഴുത്തിന് പിടിക്കുന്നത് മാത്രമല്ല, വേറൊരുവൻ്റെ ചിന്തയെ തടസ്സപ്പെടുത്തുന്നത് പോലും ഹിംസയാണ്. ബുദ്ധഭഗവാൻ അത് പറയും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ബുദ്ധനേക്കാൾ വലിയ അഹിംസാചാരി ഇല്ലായിരുന്നു എന്ന് ഗുരുദേവൻ പറയുന്നു. അപ്പോൾ ബുദ്ധനാണ് അഹിംസയുടെ വലിയ മൂർത്തി രൂപം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരുവൻ്റെ വിചാരത്തെ പോലും തടസ്സപ്പെടുത്തുന്ന ഹിംസയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരുത്തിനെ അടിക്കുന്നതും കടിക്കുന്നതും ഒക്കെ എത്രയോ വലിയ ഹിംസയാണ്. അതാണ് ഒരുവൻ്റെ അഹിംസയുടെ നിർവചനം. ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത്. അവിടെ ഉറുമ്പെന്നത് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുന്നത് ഈ പ്രപഞ്ച ജീവികളിൽ ഏറ്റവും ചെറുരൂപമുള്ളതാണ് ഉറുമ്പെന്ന് പറയുന്നത്. ജീവിവർഗങ്ങൾ ഏറ്റവും നിസ്സാരമായി നമ്മൾ കരുതുന്നതാണ് ഉറുമ്പ്. അത്രയും നിസ്സാരമായ ഒരു ജീവിക്ക് പോലും പ്രയാസമുണ്ടാക്കുന്നതായ ഒരു ഇടപെടൽ നമ്മിൽ നിന്നും ഉണ്ടാകരുത്. അത് പറയാനാണ് ഗുരു അത് പറഞ്ഞത്. ഉറുമ്പ് എന്ന് പറയുന്നത് ജീവൻ്റെ ഏറ്റവും ചെറിയൊരു രൂപത്തെ പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഗുരു എത്ര വലിയ അഹിംസാവാദിയായിരുന്നു. അരിപ്പുറത്ത് ഗുരു ഒരു ദിവസം ഇരിക്കുമ്പോൾ ഒരു തേള് വന്ന് കടിച്ചിട്ടുണ്ട്. ഈ തേള് വന്ന് കടിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു അത് തേളാണെന്നും കണ്ടു. പക്ഷെ ഗുരു ഒന്നും പറഞ്ഞില്ല. ഗുരു തേള് കുത്തിയെടുത്ത് ഒരു മനുഷ്യൻ ഉണ്ടാകാവുന്ന പ്രയാസം ഗുരുവിനും എന്തായാലും ഉണ്ടായി കാണും. കാരണം ഒരു ശരീരമാണല്ലോ ഗുരുവിനുള്ളത്. പക്ഷെ ഗുരു ഒന്നും ചെയ്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ ഓടിപ്പോയ തേള് നിലത്ത് പിടഞ്ഞ് പിടിച്ചെത്തു. അപ്പോൾ ഗുരു അതിനെ നോക്കി പറയുകയാണ്, നാം ഒന്നും ചെയ്തില്ലല്ലോ, പക്ഷെ അതിൻ്റെ ജീവൻ പോയി.
നാം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന ആ വാക്കിനകത്ത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അഹിംസയുടെ ദർശനമുണ്ട്. പിറ്റേന്ന് രാവിലെ അതിനെ ഒരു വാഴയിലെടുത്ത് ചന്ദനം കൊണ്ടാണ് ഗുരു അതിനെ ദഹിപ്പിക്കുന്നത്. ആ ദഹിപ്പിച്ച ചാരം നെയ്യാറും ഒഴുകുകയും ചെയ്തു. ഗുരുവിൻ്റെ മനസ്സിനെ പറ്റി നമ്മൾ വിചാരിച്ചു നോക്കുക. ആ ഗുരുവിൻ്റെ കൈവഴിയിൽ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ പ്രകാശത്തിൽ ഒരു ഇറ്റ് വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വീഴുക എന്ന് പറയുന്നത് പോലും ഒരു അനുഗ്രഹമാണ്. കാരണം ഇപ്പം ഗംഗാ നദിയെപ്പറ്റി ഈ രാജ്യത്തൊരു വലിയ സ്വപ്നമാണ്. ഗംഗയിലൊന്ന് തൊടുക, ഗംഗയിലൊന്ന് ഇറങ്ങുക, ഗംഗയിലൊന്ന് സ്നാനം ചെയ്യുക. കാരണം അപ്പം നമുക്ക് എന്തോ ഒരു വലിയ പുണ്യം വന്നു ചേരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അത് ഭാരതീയൻ്റെ ഒരു വലിയ വിശ്വാസമാണ്. അങ്ങനെ എത്രയോ ഗംഗകൾ ചേരുന്നതാണ് ഗുരുവിൻ്റെ ജീവിതം. അടുത്തറിയും തോറും നമ്മൾ അതിശയപ്പെട്ടു. ആ അതിശയത്തിലൊരു തനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വിളി എന്ന് പറയുന്നത്. അത് ഗുരു വിളിപ്പിച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രമാത്രം നമ്മളെ നേരായ ദിശയിലേക്ക് നയിക്കാൻ എത്ര തലമുറ ഇനി കഴിഞ്ഞാലും ഗുരുദർശനത്തിന് അതിൻ്റേതായ ശക്തിയും കരുത്തും ആഴവും. അതടുത്തറിയുമ്പോൾ തന്നെ ഈ മണം പൂവിനോട് ചേരുമ്പോഴാണ് മണം ഉണ്ടാകുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പൂവിൻ്റെ നിറവും രൂപവും കിട്ടും. അടുത്തറിയുമ്പോഴാണ് അതിന് സുഗന്ധം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഗുരുവിലേക്ക് അടുത്തു. അത് ഏറ്റവും വലിയ കൈവഴിയാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്താണ് നമ്മുടെ സാമാന്യ ധർമ്മം, അതുപോലെ ശുദ്ധി പഞ്ചകം. ശുദ്ധി പഞ്ചകത്തിൽ വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ആഹാരശുദ്ധി, ഈ 5 ശുദ്ധിയും ഉണ്ടായാൽ നമ്മൾ സമ്പൂർണനായ മനുഷ്യനായി തീരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദി കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമ്പൂർണനായ മനുഷ്യനായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ഏറ്റവും സംശുദ്ധമായി തീരുകയാണ്. പിന്നീട് ഗുരു പറയുന്നത് ഒരു സൂതകം, നമ്മുടെ പ്രസവരക്ഷ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രസവത്തെ പറ്റിയാണ് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം, എന്തൊക്കെ പരിചരണങ്ങളാണ് നമുക്ക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത്, ഒരു അമ്മയാകാൻ പോകുന്ന ആളിൻ്റെ വിചാരം എന്തൊക്കെയായിരിക്കണം, അതൊക്കെ ഒരു മനഃശാസ്ത്രജ്ഞനേക്കാൾ അതീവ സൂക്ഷ്മതയോടെയാണ് ഗുരു അത് പറഞ്ഞിരിക്കുന്നത്. ചെറിയ വാക്കുകളിലൂടെ, ചെറിയ പദ്യങ്ങളിലൂടെ ഒരു വലിയ പ്രപഞ്ചത്തെ നമുക്ക് ഗുരു തരികയാണ്. ആ സൂതകം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ ജനനത്തെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞാൽ പാലോപചരണം, ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പറയുന്നു. ഒരു കുഞ്ഞിനെ ദേവനെ പോലെ കാണണമെന്നാണ് ഗുരു പറയുന്നത്. കാരണം ദേവനെ പോലെ കാണുക അല്ലെങ്കിൽ പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിലും ജീവിതത്തിലൊക്കെ ഉള്ളത് ദേവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ധാതുവാണ് ദേവൻ. ദേവൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സംശുദ്ധമായതൊന്നില്ല, അതിനപ്പുറം സത്യമായിട്ടുള്ളതൊന്നില്ല. അപ്പോൾ അതാണ് ദേവൻ. അത് പൂർണ്ണതയാണ്, ശുദ്ധിയുടെ ഏറ്റവും വലിയ പൂർണ്ണതയാണ്, സത്യത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയാണ് ദേവൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ അങ്ങനെ കാണണമെന്നാണ്. ആ കുഞ്ഞിനെ ദേവനായി കാണണം. അപ്പോൾ അവനോട് സംസാരിക്കേണ്ട രീതിയെപ്പറ്റി പറയുന്നു. ഒരു കുഞ്ഞിൻ്റെ ശ്രവണ വലയത്തിനുള്ളിൽ വെച്ച് മോശമായ ഒരു കാര്യങ്ങളും സംസാരിക്കരുതെന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാരംഭത്തെപ്പറ്റി പറയുന്നു. വിദ്യാരംഭം എവിടെ വെച്ച് നടത്തണമെന്ന് പറയുന്നു. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ കൗമാരകാലത്തെപ്പറ്റി പറയുന്നു. അത് കഴിഞ്ഞാൽ അവൻ്റെ ബ്രഹ്മചര്യയെപ്പറ്റി പറയുന്നു. ബ്രഹ്മചര്യ ജീവിതം കഴിയുമ്പോൾ അവനൊരു ഗൃഹസ്ഥനാകേണ്ടതിനെ പറ്റി പറയുന്നു. അവൻ എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്, അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പറയുന്നു. അങ്ങനെ വിവാഹിതനായി കഴിയുമ്പോൾ അവനൊരു കുഞ്ഞിന് ജനിക്കാനുള്ള അവസരം എങ്ങനെയൊക്കെ തരപ്പെടണമെന്ന് പറയുന്നു. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ പാലിക്കേണ്ടതായ ആചാരപരവും ചിന്താപരവുമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. വിവാഹം എങ്ങനെ നടക്കണമെന്ന് പറയുന്നു. ഒരു പങ്കാളിയെ അല്ലെങ്കിൽ ഒരു വധുവിനെയോ ഒരു വരനെയോ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പാലിക്കേണ്ടതായ കാര്യങ്ങളെപ്പറ്റി പറയുന്നു. വിവാഹം എവിടെ വെച്ച് നടക്കണമെന്ന് പറയുന്നു. വിവാഹം എങ്ങനെ നടത്തണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥനായി ഗൃഹസ്ഥ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പറയുന്നു.
ഗൃഹസ്ഥധർമ്മത്തെപ്പറ്റി പറയുന്നു. ഗൃഹസ്ഥധർമ്മത്തെപ്പറ്റി സവിസ്തരം പറഞ്ഞതിന് ശേഷം പിന്നീട് സന്യാസധർമ്മത്തെപ്പറ്റി പറയുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മൾ ജീവകാലത്തിന് ശേഷമുള്ള അധാപരക്രിയ എന്ന് നമ്മൾ പറയുന്നു. ഈ വാവുമ്പ വരാൻ പോവുകയാണ്, വാവുമ്പയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റ പറയും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചേർന്ന് വരുന്ന ഒരു സമ്പൂർണ്ണ ദർശന ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചമഹായജ്ഞം എന്നുള്ളത്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതം സാർത്ഥകമാകേണ്ടത് 5 മഹായജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് വേണമെന്നാണ്. 5 മഹായജ്ഞം എന്ന് പറയുമ്പം ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, ആചാര്യയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് 5 യജ്ഞങ്ങളെ പറ്റി പറയണം. അത് സമ്പൂർണ്ണമായി നമ്മൾ പാലിക്കണം. ഇനി ഇത് 5ഉം സമ്പൂർണ്ണമായി പാലിക്കാൻ പറ്റിയില്ലെങ്കിലും 3 ധർമ്മങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും പാലിക്കണം എന്ന് ഗുരു ഉൾപ്പെടെയുള്ള ഒരു പരമ്പര തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് നമ്മളൊരു മനുഷ്യനായി ജീവിച്ച് ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും നമുക്ക് 3 കടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇർണം എന്നാണ് ഈ കടത്തിന് സംസ്കൃതത്തിൽ പറയുന്നത്. 3 ഇർണങ്ങൾ നമുക്ക്. ഈ 3 ഇർണവും വീട്ടാതെ പോയാൽ നമ്മുടെ ജീവിതം അപൂർണമായി പോകുന്നുള്ളതാണ്. ആ 3 ഇർണത്തിൽ ആദ്യം വരുന്നത് ഗുരു ഇർണം അല്ലെങ്കിൽ ആചാര്യ ഇർണമാണ്. ഗുരുക്കന്മാരോടുള്ള നമ്മുടെ ആദരവ് അല്ലെങ്കിൽ ഗുരുക്കന്മാരോട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് തീർക്കുക. അതാണ് ആചാര്യ ഇർണം. ഗുരുവിനോടുള്ള കടം നമ്മൾ തീർക്കണം. ഇപ്പം നമ്മൾ ഒരു സന്യാസിയെ കാണുന്നു അല്ലെങ്കിൽ ഗുരുവിനെ കാണുന്നു, അദ്ദേഹത്തിന് പാദം ഒന്ന് നമസ്കരിക്കുന്നു. ഇപ്പം അത് പറയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ അടുത്ത കാലം അത് വലിയ ബഹളമായി പോയ വിഷയമാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പാരമ്പര്യമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പാദ നമസ്കാരം ചെയ്യുന്നതിൽ അത്തരത്തിൽ അർത്ഥക്കേടില്ല. അപ്പോൾ ഒരു സന്യാസി നമ്മൾക്ക് ശിവഗിരി മഠത്തിൽ ഞാൻ എത്രയോ കാണുന്നതാണ്. ശിവഗിരി മഠത്തിൽ ഒരു സന്യാസിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ബഹുമാനിക്കുന്ന ആൾ വന്ന് പാദ നമസ്കാരം ചെയ്യും. ഗുരുവിന് എത്രയോ സഹസ്രക്കണക്കിന് ആളുകൾ പാദ നമസ്കാരം ചെയ്തിട്ടുണ്ട്. അതായത് അത് പാദാംബുജ രജോലുവഹ എന്നാണ്. ഗുരുവിൻ്റെ പാദത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പൊടി പോലും നമ്മളെ വെളിച്ചപ്പെടുത്താനുള്ള കാരണമായി തീരുമെന്നാണ്. ആ ഒരു പൊടിക്ക് പോലും, ഒരു ഗുരുവിൻ്റെ പാദത്തിൽ ചേർന്നിരിക്കുന്ന ഒരു പൊടിക്ക് പോലും നമ്മളെ വിളക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ്. അതിനെയാണ് നമ്മൾ നമിക്കുന്നത്. ഗുരുവിൻ്റെ കാലിനെ നമിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഈ മഹാവെളിച്ചം മുഴുവൻ, അല്ലെങ്കിൽ അറിവിൻ്റെ മഹാവെളിച്ചമായിരിക്കുന്ന ഗുരു അല്ലെങ്കിൽ സത്യത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഗുരു ഈ ഭൂമിയിൽ നിൽക്കുന്നത് പാദത്തിൽ ചവിട്ടിക്കൊണ്ടാണ്. ആ പാദമാണ് ഭൂമിയോട് ചേരുന്നത്. ആ സംഗമസ്ഥാനത്തെയാണ് നമ്മൾ പൂജിക്കുന്നത്. അതിൽ 2 വിശേഷമാണുള്ളത്. ഒന്ന് ഗുരുവിൻ്റെ പാദം, 2 ഈ ഗുരുവിൻ്റെ പാദം നമ്മുടെ മണ്ണിലേക്ക്, നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതൊരു വലിയ സത്യത്തിൻ്റെ സൂക്ഷ്മമായ ഭാവമാണ് ഈ ചേരുവ, ഈ സംഗമം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ പൂജിക്കുന്നത്. ആ പൂജിക്കുന്നതിലൂടെ ആ ഗുരു എന്തിനൊക്കെയാണോ വിഭാവനം ചെയ്തത് അതിനെയൊക്കെ നമ്മൾ പൂജിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദത്തെ നമസ്കരിക്കുന്നതിലൂടെ ഗുരുവിൻ്റെ ദർശനത്തെയും ഗുരുവിൻ്റെ ജീവിതത്തെയും ഗുരുവിൻ്റെ ധർമ്മത്തെയും ഒക്കെ നമ്മൾ പൂജിക്കുകയാണ്. അതിനെ പിന്തുടരാനുള്ള ഒരു കടമ നമ്മൾ ഏറ്റെടുക്കുകയാണ്. വെറുതെ ഓടിച്ചെന്നൊരു പാദത്തിൽ നമസ്കരിക്കുകയല്ല ചെയ്യുന്നത്. ആ വഴിയിൽ ഞാൻ ദാണ്ട പിന്തുടരുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ പാദ നമസ്കാരത്തിലുള്ളത്. നമ്മളുടെ അധ്യാപകന്റെ പാദം നമസ്കരിക്കുമ്പോൾ ഈ അധ്യാപകൻ തുറന്നു തന്ന രീതിയിൽ ഞാൻ ദാണ്ട പിന്തുടർന്നു പോകുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ്. അത് രഹസ്യമായിട്ട് നടത്താനുള്ളതുമല്ല. അപ്പം അതിന് വലിയ അർത്ഥം ഭാരതത്തിൻ്റെ ആർഷഭാരത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു മഹാപ്രഭു എന്ന് തന്നെ പറയണം. ഗുരുവിനെ നമ്മൾ പറയുമ്പോൾ ഇപ്പം പ്രഭു എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ സന്യാസിമാർ പറയുന്ന വാക്കാണ്, നമ്മളങ്ങനെ പരിചയപ്പെട്ട് പറയാം. പക്ഷെ പ്രഭു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പ്രകൽപ്പിക്കുന്നവനാണ്, എല്ലാത്തിനെയും വെളിച്ചപ്പെടുത്തുന്നവനാണ്, എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നവനാണ്. അത്തരത്തിൽ ഗുരുവിനേക്കാൾ വലിയൊരു പ്രഭുവിനെ നമുക്ക് കാണാനേ ഇല്ല. അത്രമാത്രം നിറഞ്ഞു നൽകുന്ന ഒരു ഗുരുവാണ്. ആ ഗുരുക്കന്മാരോടുള്ള ഇരണം പടം നമ്മൾ വീട്ടണം. അതിനാണ് ഞാൻ ഈ പറഞ്ഞ പാദപൂജ എന്നൊക്കെ പറഞ്ഞത്. ഗുരുവിന് സാധന ചെയ്യുക, ഗുരു പറഞ്ഞ കാര്യങ്ങൾ വിചാരം ചെയ്യുക,
അത് ജീവിതത്തിൽ പകർത്തേണ്ടതുപോലെ ജീവിതത്തിൽ പകർത്തുക. ഗുരു പറഞ്ഞ രീതിയിൽ നമ്മൾ നടക്കുക, സഞ്ചരിക്കുക. അങ്ങനെ ജീവിതത്തെ നമ്മൾ പരോപകാരപരമായി മാറ്റിയെടുക്കുക. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗുരുവിനോടുള്ള ഋണം പൂർത്തിയാക്കുന്നത്. അല്ലെങ്കിൽ ഗുരുവിന് 1000 രൂപ ദക്ഷിണ കൊടുക്കുക എന്നുള്ളതല്ല അർത്ഥം. ഗുരു പറഞ്ഞ വഴിയിലൂടെ, പറഞ്ഞ മാർഗത്തിലൂടെ നമ്മൾ ജീവിതത്തെ നയിക്കുമ്പോൾ അതാണ് ഗുരുവിനോടുള്ള കടം വീട്ടലെന്ന് പറയുന്നത്. മറ്റൊന്ന് ദേവഋണമാണ്. ദേവഋണം ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ മനുഷ്യരൂപികളായിട്ട് പിറന്നു വീണെങ്കിൽ പോലും നമ്മുടെ പിന്നിലേക്കും മുന്നിലേക്കും നോക്കിയാൽ നമുക്ക് അന്തമില്ലാത്തതായ ഒരു ലോകത്തെയാണ് കാണാൻ സാധിക്കും. ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയാൽ എവിടെ നിന്നാ വന്നെന്ന് എനിക്ക് തന്നെയല്ല, എൻ്റെ പരമ്പരയിൽപ്പെട്ടവർ പോലും പറയാനാവില്ല. അത്ര വലിയതായ ഒരു സത്യത്തിൽ നിന്നാണ് നമ്മൾ ജന്മം കൊണ്ടെടുക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു കാശിത്തുമ്പ പൂത്തു നിന്നാൽ ഈ കാശിത്തുമ്പ പോലും എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ പാരമ്പര്യവും അത്രമാത്രം പിറകിലേക്ക് പോവുകയാണ്. ഇതെവിടെ ചെന്നെത്തും എത്ര കാലം ചിന്തിച്ചാലും വഴിയില്ല. ആകെയുള്ളത് നമ്മളുണ്ട് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു മഹാനായ ജർമ്മൻ ദാർശനികൻ പറഞ്ഞതുപോലെ, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് മാത്രമേ നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കാൻ പറ്റൂ, നമ്മളെപ്പറ്റി പറയാനോ. ഞാനുണ്ട് എന്ന് പറയുന്നതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു എന്ന് പറയണമെങ്കിൽ ചിന്ത വരണമെങ്കിൽ അന്ധക്കരണം എന്ന് പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ സംഗമിച്ച് നിൽക്കുന്ന ഒരാളിനാണ് ചിന്തയുണ്ടാകുന്നത്. ഓർമ്മയില്ലാത്ത ഒരാളിന് ചിന്തയുണ്ടാവുകയില്ല. അതിൽ ശാസ്ത്രീയമായി ഫിസിക്കലായിട്ട് ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ചിന്തയുണ്ടാകണമെങ്കിൽ നമുക്കെന്ത് വേണം? ഒരു മനസ്സുണ്ടാകണം. മനസ്സ് സംശയത്തിൻ്റെ ഒരു ഗൃഹമാണ്. എവിടെയൊക്കെയാണോ നമുക്ക് സംശയം ഉണ്ടാകുന്നത് അവിടെയൊക്കെ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുന്നു എന്നാണ്. മനസ്സ് പ്രസൻറ്റിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതങ്ങനെ പോകും. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ അതിനെപ്പറ്റി ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദേവഋണം, അതാണ് രണ്ടാമതായിട്ടുള്ള നമ്മുടെ കടം എന്ന് പറയുന്നത്. നമ്മുടെ അസ്തിത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വത്വം അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആദിരൂപമാണ് സ്വത്വം എന്ന് പറയുന്നത്. സ്വത്വത്തിൽ നിന്നാണ് സത്യം വന്നിട്ടുള്ളത്. നമ്മുടെ സ്വത്വം നമ്മൾ എന്തിൽ നിന്നാണോ വന്നിട്ടുള്ളത്, നമ്മൾ എന്തിനാണോ നിലനിൽക്കുന്നത്, നമ്മൾ എന്തിലേക്കാണോ ജയിച്ച് ചേരാൻ പോകുന്നത്, അതെന്താണോ അതാണ് സത്യം എന്ന് പറയുന്നത്. അത് 3 കാലത്തിലും ഒരുപോലെയാണ്, യാതൊരു മാറ്റവും ഇല്ലാത്തതാണ്, സ്ഥിരതയുള്ളതാണ്. അത് മാത്രമേ സ്ഥിരതയുള്ളതായിട്ടുള്ളൂ. അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ മഹാശിവനോ മഹാവിഷ്ണുവോ സുബ്രഹ്മണ്യനോ എന്ന് പറയുന്ന രൂപത്തെയല്ല നമ്മൾ പറയുന്നത്, ആത്യന്തികമായി അതിലിരിക്കുന്ന സത്യത്തെയാണ്. ആ സത്യത്തിന് നേരെ കണ്ണു തുറന്നു ആ സത്യത്തെ എൻ്റെ ജീവശ്വാസമായി സ്വീകരിച്ച് ഈ ജീവിതത്തെ നയിക്കുക, അതാണ് ദേവഋണം എന്ന് പറയുന്നത്. ദേവന്മാരോടുള്ള കടം നമ്മൾ അങ്ങനെയാണ് വീട്ടേണ്ടത്. അമ്പലത്തിൽ പോയി 10 അർച്ചന ചെയ്യുന്നതിലല്ല, അത് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുകയല്ല. അതിനപ്പുറം നമ്മുടെ വൈകാരികമായി, ബുദ്ധിപരമായി, ബോധപരമായി, ചിന്താപരമായി നമ്മുടെ ജീവിതത്തെ ദൈവികമായ വഴിയിലൂടെ നയിക്കണം. അങ്ങനെയാണ് ദേവഋണം പൂർത്തിയാകുന്നത്. അപ്പോൾ പിന്നീട് വരുന്നതാണ് പിതൃഋണം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഏക സത്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മ വെച്ച് പറയുന്നു, ഞാൻ അവരിൽ നിന്ന് ജനിച്ചവനാണ്. എനിക്കറിയാവുന്ന സത്യം അത്രയുമാണ്. അതിനപ്പുറത്തോട്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ അവരുടെ അച്ഛനെയും അമ്മയും കൂടെ അറിയാം. ഇനി ഒന്നുകൂടെ ചിന്തിച്ചാൽ അവരുടെയും അച്ഛൻ്റെയും അമ്മയും കൂടെ അറിയാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ 5ാമത്തെ തലമുറയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരറിയാൻ സാധിക്കും? എത്ര അടുത്ത ബന്ധമാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് പറയുന്നത്. പക്ഷേ ഒരു 3 തലമുറയ്ക്കപ്പുറം അല്ലെങ്കിൽ 4 തലമുറയ്ക്കപ്പുറം നമുക്ക് അവരെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇനി എൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടായി, അതിനൊരു കുഞ്ഞുണ്ടായി, അങ്ങനെ 4 തലമുറ വരുമ്പോൾ 4ാം തലമുറയിൽ ജനിക്കുന്ന ഒരാളിന് ഞാൻ തീർത്തും അപരിചിതനായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശ്രേണിയാണ്, അതങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ പിതൃ പരമ്പരയെ വിസ്മരിക്കാൻ പാടില്ല. കാരണം 5ാം തലമുറയായാലും 10ാം തലമുറയായാലും അവരുള്ളത് കൊണ്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വംശീയ പരമ്പര നോക്കിയാൽ എവിടെയെങ്കിലും അതിനൊരു തടസ്സമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമായിരുന്നില്ല.
അത് ഉറപ്പായ കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജനിച്ചത്. അപ്പം അവരുടെ പരമ്പരകളിലും അതാത് ഭാഗത്ത് ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവരും ഈ ലോകത്ത് മനുഷ്യരായി കടന്നത്. അപ്പോൾ നമുക്കൊരു പിതൃ പരമ്പരയുണ്ടായിരുന്നു. അവരെ വിസ്മരിക്കാൻ പാടില്ല. 5ാമത്തെ 10ാമത്തെ തലമുറയിൽപ്പെട്ടവരുടെ രൂപമോ ഭാവമോ പേരോ ഒന്നും നമുക്കറിയാൻ പാടില്ലെങ്കിൽ കൂടി നമ്മൾ ആ പരമ്പരയെ സ്മരിക്കണം. അവർക്ക് വേണ്ടി പൂജകൾ ചെയ്യണം. അവരുടെ സത്കർമ്മ രീതികളെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അതാണ് പിതൃ ഇടണം എന്ന് പറയുന്നത്. നമ്മുടെ പരമ്പരയെ ഓർക്കൽ, നമ്മുടെ പരമ്പരയെ ആചരിക്കൽ, നമ്മുടെ പരമ്പരയുടെ വഴിയിൽ നിന്നും മാറാതെ സഞ്ചരിക്കൽ, ഇതൊക്കെയാണ് പിതൃ ഇടണം. ഈ 3 ഇടങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നമ്മൾ ജീവിച്ചാലും നമ്മുടെ ജീവിതം സാർത്ഥകമാകും എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു 5 മഹായജ്ഞങ്ങളെപ്പറ്റി പറയുന്നെങ്കിലും ഈ 3 മഹായജ്ഞം നമ്മൾ ജീവിതത്തിൽ പാലിക്കുക തന്നെ വേണം. സാധാരണ അർത്ഥത്തിൽ ഇപ്പോൾ അടുത്ത 24-ാം തീയതി കർക്കിടകമാണ്, നമ്മളെ ആളുകളൊക്കെ പോയി ബലിയിടും. അതോടെ നമ്മുടെ പിതൃ നമസ്കാരം തീർന്നു, പിതൃ ഇടണം തീർന്നു. ഇനി അടുത്ത കൊല്ലം അടുത്ത വാവും. അപ്പോൾ അങ്ങനെയല്ല കാര്യം. അതൊരു ചടങ്ങ്, ഒരു ആചാരമാണ്. നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസമാണ് അതൊക്കെ. പക്ഷേ ആത്യന്തികമായ അർത്ഥത്തിൽ, പരമമായ അർത്ഥത്തിൽ നമ്മൾ ഈ പരമ്പരയെ പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്നതാണ്. അങ്ങനെ ഈ 3 ഇടങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ശുദ്ധിപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഈ ജീവിതത്തെ സംശുദ്ധമാക്കുന്നതിൽ ഗുരുദേവൻ എത്ര ശ്രദ്ധാവാനായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ശ്രീനാരായണ ധർമ്മം തരാതെ ഗുരുവിന് ഭോഗമായിരുന്നു. നമുക്കൊരു ദർശനമാലയോ ആത്മോപദേശ ശതകമോ തരാതെ ഗുരുവിന് ഭോഗമായിരുന്നു. പക്ഷേ ഗുരുദേവൻ അതല്ല ചെയ്തത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് വരെയും അവൻ്റെ ശ്രേയസ്കരമായ ജീവിതത്തിന് വേണ്ടതെല്ലാം ഗുരു തന്നിട്ട് പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മഹാസ്വത്തായി, ഒരു വലിയ സമ്പത്തായി നമ്മൾ കാണുന്നത്. അതറിഞ്ഞവരിൽ നമ്മുടെ പ്രധാനമന്ത്രി പെടുന്നു എന്നെനിക്ക് ഈ അനുഭവം കൊണ്ട് തെളിഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയമല്ല, വ്യക്തിപരമായൊരു നോട്ടമാണത്. കാരണം ഗുരുവിനെ ആരൊക്കെ ഉൾക്കൊള്ളുന്നു അവരിലൊക്കെ സത്ശീലം ഉണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ജീവിയെ അടിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അടുത്തേക്ക് നീ അവനെ അടിക്കരുതെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. പക്ഷെ അടി കൊണ്ടാൽ നിനക്കും നോവും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവനെ അടിക്കുന്നത് നിർത്തിയിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഏതൊരു കാര്യവും മനസ്സിലാക്കേണ്ടത് നമ്മളുമായി ബന്ധപ്പെടുത്തില്ല. വേറൊരാളിന് വഴക്ക് പറഞ്ഞ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ചിന്തിക്കാനാവില്ല. അത് എൻ്റെ ജീവിതത്തിൽ വന്നാൽ എനിക്ക് എങ്ങനെയിരിക്കും? ഒരുവനെ 4 അടി ഞാൻ അടിക്കുമ്പോൾ എനിക്കൊരുവൻ 4 അടി തന്നാൽ എനിക്ക് എങ്ങനെ വേദനിക്കും എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കൈ ഒരിക്കലും മറ്റൊരുവനെ നേരെ പോവുകയില്ല. അവിടെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം പേരിലും ശരീരത്തിലും മാത്രമാണ്. നമ്മളൊക്കെ വന്നത് ഒരേ വഴിയിൽ നിന്നാണ്, ഒരേ വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ഈ തർക്കവും വ്യവഹാരങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് ഗുരുദേവൻ ജാതി മീമാംസയും ജാതി ലക്ഷണവും എന്ന 2 കൃതികൾ നമുക്ക് എഴുതി തന്നത്. ജാതി ലക്ഷണം എന്താണ്, നിന്റെ ജാതി എന്ന് നിന്നെ പഠിപ്പിക്കുന്നതാണ് ജാതി ലക്ഷണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നായരാണ്, പറയരാണ്, അല്ലെങ്കിൽ ഈഴവരാണ് എന്നൊക്കെ ജാതി വിവരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ലക്ഷണത്തെപ്പറ്റി ഗുരു പറയുന്നു. അതിലൊരു വരി മാത്രം നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ജനിച്ച് ജീവിച്ച് മരണപ്പെടുന്നത് വരെയും നമ്മളിൽ നിന്നും മാറാതെ നിൽക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ജാതി. അല്ലാതെ അച്ഛനും അമ്മയും ഇന്ന ജാതി ആയതുകൊണ്ട് ഞാൻ ഇന്ന ജാതി, അത് താത്വികമായിട്ടുള്ള ശരിയല്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അറിയാം, ഗുരു ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മൂലൂരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എത്രയോ ഈഴോ ജാതിയിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളായി മതം മാറുകയുണ്ടായി, മതപരിവർത്തനം ഉണ്ടായി. ഈഴവ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വകഭേദം തന്നെ തിരുവല്ലയിലുണ്ടായി.
അത് ജാതി മാറുകയാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ജീവകാലത്ത് ഒരു ജാതി മാറാനാവുക? ഇന്നലെ വരെ ഈഴവനായി ജീവിച്ച ഒരാൾ ഇന്ന് പറയുന്നു ഞാൻ നാടാർ ക്രിസ്ത്യാനിയാണ്. നാടാർ ക്രിസ്ത്യാനിയായിരുന്ന ഒരാൾ വേറൊരു ജാതി മാറിയിട്ട് അയാൾ പറയുന്നു ഇന്ന് മുതൽ ഞാൻ ഇന്ന ആളാണ്. ആ വ്യവഹാരത്തിന് ഉറപ്പായി നമ്മൾ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നു, ഒരു നടപടിക്രമം പാലിക്കുന്നു. അത് വെറും വ്യാവഹാരിക തലം മാത്രമാണ്. അതിനപ്പുറം നമുക്ക് ഒരു ജാതിയിലും മാറാൻ പറ്റില്ല, ഒരു മതത്തിലും മാറാൻ പറ്റില്ല. അത് അറിയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ തത്വം അറിയണം. അതിനാണ് ഗുരുദേവൻ ഈ ജാതി ലക്ഷണം നമുക്ക് എഴുതിത്തന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഇത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ മരണം മുതൽ ജനനം മുതൽ മരണാന്ത്യം വരെ നമ്മളിൽ നിന്നും മാറാതെ നിൽക്കുന്നതെന്തോ അതാണ് നമ്മുടെ ജാതി. അത് ഏതൊരു ജീവി എടുത്താലും ആ ജീവിക്ക് അത് ബാധകമാണ്. അങ്ങനെ നോക്കിയാൽ എന്താണ് നമ്മൾ മാറാതെ നിൽക്കുന്നത്? നമ്മൾ മാറാതെ നിൽക്കുന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് ഒരു പറയുന്നത്. അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പശുവിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. പശുവിൻ്റെ ലക്ഷണം പശുത്വമാണ്, പക്ഷിയുടെ ലക്ഷണം പികത്വമാണ്. അത് ഉദാഹരണം പറയുന്നു നമ്മളെ ബോധ്യപ്പെടുത്താൻ. അപ്പോൾ മനുഷ്യത്വമാണ് നമ്മുടെ ജാതി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ മനുഷ്യത്വം ജാതിയായിരിക്കുന്ന യാതൊന്നിനെയും നമുക്ക് പ്രയാസപ്പെടുത്താൻ തോന്നുകയില്ല. അതിൻ്റെ ദാർശനികമായ പശ്ചാത്തലം പറയുന്നതിനാണ് ജാതി മീമാംസ എഴുതുന്നത്. ഒന്ന് നോക്കൂ, എത്ര കാലം കഴിഞ്ഞാലും ഈ ലോകത്തിന് ചേർന്നവനായി നമ്മൾ ജീവിക്കുന്നതിൽ നമ്മളെക്കാളും എത്രയോ ദീർഘവീക്ഷണമാണ് ഗുരുവിനുണ്ടായിരുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനും ദോഷപ്പെട്ടു പോകരുത്, അവരൊന്നും അവരുടെ ജീവിതത്തിൽ ശ്രേയസ്കരമാകാതെ പോകരുത് എന്ന് ചിന്തിച്ച ഒരു ഗുരുവരനാണ് നമുക്കുണ്ടായിരുന്നത്. എത്ര തലമുറകൾക്ക് ശേഷം ഉള്ളവനെ പോലും ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകാൻ വേണ്ടത് ഗുരു നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മൾ നോക്കി തന്നതല്ല, ഈ പ്രപഞ്ചത്തിൽ നാളെ കടന്നു വരേണ്ടതായിട്ടുള്ള മുഴുവൻ സമസ്ത ജനങ്ങളെയും സമസ്ത പരമ്പരയും നോക്കി തന്നിരിക്കുന്നത്. അത് കുളത്തൂരിലെയോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ജനങ്ങളെ നോക്കിയല്ല, ഈ ലോകമാകെ തന്നെ. അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അത് കേരളത്തിലുള്ള മനുഷ്യരല്ല, ഭാരതത്തിലുള്ള മനുഷ്യർ. മനുഷ്യരായി പിറവി കൊള്ളുന്നവരൊക്കെയും അതിൽ പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു ഗുരുവിന് നമുക്ക് ലോകത്ത് എത്ര വില കണ്ടെത്താനാണ്? അപ്പോൾ ഗുരുവിനെ ഒരു മഹാസമ്പത്തായി, ഗുരുദേവൻ തന്ന വാക്കിനെ നമ്മുടെ ജീവിതത്തെ പ്രകാശവത്താക്കാൻ കിട്ടിയ വാക്കായി കരുതി, ഗുരുദേവൻ തന്ന സംശുദ്ധിയെ നമ്മുടെ ജീവിതത്തെ മൊത്തം ശുദ്ധിപ്പെടുത്തുവാൻ വേണ്ടിയ വലിയ പ്രസാദമായി കരുതി നമ്മൾ ഈ ജീവിതത്തെ നയിച്ചു പോകുന്നു. 2 മണിക്കൂറായും തോന്നുന്നു. ഇത്രയും കേട്ടിരിക്കാൻ നിങ്ങൾക്ക് പ്രയാസം വന്നോന്ന് എനിക്കറിയില്ല. ഏകദേശം സാറേ ഇനി നീട്ടണോ? കാരണം എല്ലാവർക്കും വീട്ടിലെത്തേണ്ട കാര്യമുണ്ടാവുമല്ലോ. 1 മണിക്കൂറിലേക്ക് കൂടുതൽ പറയുമ്പോൾ പിന്നെ പറയുന്നതിൽ ചിലപ്പോൾ കേട്ട് നീണ്ടു പോകുന്നതായിട്ട് തോന്നരുത്. ഏതായാലും ഗുരുവിനെ പറ്റി പറയാനും കേൾക്കാനും നിങ്ങളോട് ഇത്രയും സമയം ചെലവഴിക്കാനും എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് ശിശുപാലൻ സാറാണ്. സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഗുരുവിൻ്റെ കൈവഴിയിൽ നേരായി നടക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ശിശുപാലൻ സാറിനെ കാണുന്നത്. കാരണം പഠന കേന്ദ്രത്തിന് ഡയറക്ടർ സ്ഥാനം ഇത്ര കൊല്ലം കഴിയുമ്പോൾ മാറി ആ സ്ഥാനത്ത് വേറൊരാൾ വരും. പക്ഷേ എത്ര വന്നാലും മാറാത്തതായ ഒരു സ്വരൂപം നമ്മിലൊക്കെ ഉണ്ട്. ആ സ്വരൂപത്തെ, അങ്ങനെ മാറാതെ നിൽക്കുന്ന ഒരു സ്വരൂപത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഗുരുവിൻ്റെ പേരിൽ നന്മകൾ വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറു സംസാരം